ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് പ്ലാൻ. ചിക്കൻ കറി അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോയി. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ കടയിലെ സാധനം എല്ലാം പറിച്ചെടുക്കുന്നതാണ്. എല്ലാം പറിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ടുണ്ട്, പറിച്ചെടുത്തു. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് ഇപ്പോൾ ചിക്കൻ മേടിക്കാൻ പോവാണ്. സ്നേഹ വന്നില്ല. ഇവിടെ അർജുനുണ്ട്, മനുവുണ്ട്, ആൽഫ്രഡുണ്ട്. സ്നേഹ ചിക്കൻ കടക്കാറില്ല. അങ്ങനെ നമ്മൾ സവാളയൊക്കെ അരിയാൻ തുടങ്ങി. ഇതിപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടി. ഇതിപ്പോൾ കണ്ണരിയാതിരിക്കാനായിട്ട് ഹെൽമെറ്റ് തല വെച്ച് സവാള അരിയുന്ന മനു. നമുക്കെല്ലാവർക്കും ആകെ ഒരു ടാസ്ക്കായിട്ട് തോന്നിയത് ഈ മാരിനേറ്റ് ചെയ്യാനാണ്. ചിക്കനിൽ എല്ലാവരും എല്ലാവർക്കും തൊടാനും ഒരു ഇച്ചിരി അറപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം മാരിനേറ്റ് ചെയ്ത് എടുത്തു. ഇനി മെലന് കൊടുക്കുന്ന ഇവൻ പിന്നെ അരിഞ്ഞെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ഇവനെ കണ്ടില്ല. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഒക്കെ എടുത്തത് മനുവാണ്. അതാണ് ഈ വീഡിയോഗ്രാഫി സ്കിൽസിൻ്റെ പുറകിലുള്ള മെയിൻ. ഇത് എല്ലാം മനുവിൻ്റെ ക്രെഡിറ്റാണ്. ഇതൊരുമാതിരി ബ്രാൻഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്ന പോലത്തെ വീഡിയോ ആയിപ്പോയി. ഏതായാലും ഇതൊക്കെ ഞാൻ പിന്നീടാണ് കാണുന്നത്. ഞാനും സ്നേഹ അരി ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിൽ അത് നിന്നില്ല വെന്ത് വന്നപ്പോൾ. പിന്നെ അതുകൊണ്ട് പിന്നെ വേറെ പാത്രത്തിലെടുത്ത് രണ്ടായിട്ട് വേവിക്കേണ്ട അവസ്ഥയായി. അതാണിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുന്നത് നിങ്ങൾ കാണുന്നത്. ഇതെന്ത് കറിയാ? പായസം ഉണ്ട്, കഴിക്കണം. ലാസ്റ്റ് കറി ലീവ്സും കുറച്ച് ഗ്രേവി ചില്ലി തിന്നാനും അറിയില്ല, ഉണ്ടാക്കാനും അറിയില്ല. ചമ്മന്തി എങ്ങനെയുണ്ട്? കുക്ക് ചെയ്യാനും അറിയില്ല. എന്നിട്ട് വന്നേക്കോ. കറിയാണിത്. അല്ലല്ല, ചിക്കൻ ഫ്രൈ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ കറി കറി ഓ കറി നല്ല നല്ല ഇതന്നെ. നമ്മുടെ കുക്കർ മര്യാദയ്ക്ക് അടയുന്നില്ലായിരുന്നു. നമ്മൾ എല്ലാവരും ശ്രമിച്ചു, പക്ഷെ അത് മര്യാദയ്ക്ക് അടയുന്നില്ലായിരുന്നു. അപ്പം ഇങ്ങനെ തന്നെ വെക്കേണ്ടി വന്നു. അപ്പോൾ ഇനി കുക്കറിന് പൊട്ടിത്തെറിക്കുക എന്നുള്ള ഒരു ടെൻഷൻ മാത്രം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ പിന്നെ മിക്സിയും ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവരുടെ പ്രോട്ടീൻ ഷേക്കൊക്കെ അടിക്കുന്ന ഒരു ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തിനാണ് ഗ്രൈൻഡർ പിടിച്ചേക്കണേ?
കത്തിപ്പോയോ? കത്തിപ്പോയി. പുക വരുന്നുണ്ടോ? അവസാനം എവിടെ ബ്രോ? കൈയിട്ടോ പോയിട്ടോ. ഇല്ല, ഇതെവിടെ? ഈ സ്പൂൺ ഇട്ട് അടിച്ചു. എന്തേലും പറ. ഇതെന്ത് കറി വെക്കുന്നുണ്ടോ ഇതിനകത്ത്? പരിപാടിയായി ചിക്കൻ കറി ഇന്നത്തെ വീഡിയോ എടുക്കണേ, എന്നാലേ കാര്യമുള്ളൂ. അങ്ങനെ അവസാനം 3 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിനും അധ്വാനത്തിനും ശേഷം നമ്മുടെ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഇസ് റെഡി. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. നെട്ടിക്കൽ ബിരിയാണി കറി വേണ്ടല്ലേ? മതി. ഇത്രയും വേണ്ടേ? അങ്ങനെയുണ്ട് ടേസ്റ്റ്. കറിയാണ് അടിപൊളി. ഫ്രൈ പോലെ. അതവൻ ചുമ്മാ പറഞ്ഞത്. ഫ്രൈ ഞാൻ ഉണ്ടാക്കിയോണ്ട് അവൻ ഫ്രൈ കൊള്ളല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇറ്റ് വാസ് അമേസിങ്. ഇറ്റ് വാസ് സോ യമ്മി. ഗീ റൈസും ചിക്കൻ ഫ്രൈയും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ see you in my next video. Bye.